ഒരു പക്ഷേയുമില്ല. ഇനി ഇക്കാര്യത്തെ സംശയം പറയാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് പോവേ. സംശയമല്ല, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന്. ഇനി ഒരാളോട് മുഷിയാൻ വയ്യ, പ്രത്യേകിച്ച് അവനോട്. കാണാതെ കണ്ടപ്പോ അവനോട് ഇനി ഒരു കടക്കാരിയാവാൻ മനസ്സനുവദിക്കുന്നില്ല. ആനന്ദ് പറഞ്ഞതില് ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. എന്താന്ന് വെച്ചാ നീ ആലോചിച്ച് തീരുമാനിക്കേ. മിസ്റ്റർ സാരംഗ്, 1-2 ദിവസത്തിനുള്ളിൽ എന്റെ മകനെക്കുറിച്ചുള്ള വിവരം തരാമെന്നാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്കാവില്ല, നിങ്ങളുടെ കുടുംബത്തിനാവില്ല, നിങ്ങളുടെ മകളുടെ കൂടെ ഉള്ളവർക്കാവില്ല. ഇനിയിപ്പോ പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ദിനകർ, ഞാനിപ്പോ ഏകദേശം എന്റെ ലക്ഷ്യത്തിനടുത്തെത്തിക്കഴിഞ്ഞു. നിർത്തണോ? ലക്ഷ്യോ? എന്ത് ലക്ഷ്യം? തനിക്ക് എന്ത് ലക്ഷ്യമാണോ ഉള്ളത്? തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്റെ മകനെ കൂടെ കൊണ്ടു നടന്നു. അവന് പരിചയമില്ലാത്ത മേഖലകളിൽ അവനെ കൊണ്ട് പരീക്ഷിച്ചു. എന്നിട്ട് അവന്റെ മിസ്സിങ്ങിന് മുന്നിൽ വളരെ നിസ്സാരനായി നിൽക്കുന്നു. എന്തുകൊണ്ടാ ഞാനൊരു ബഹളത്തിന് ശ്രമിക്കാത്തെന്ന് ദിനകരോട് ഞാൻ പറഞ്ഞല്ലോ. എത്ര ദിവസം, എത്ര കാലം? ഇനിയും എന്റെ മകൻ വന്നില്ലെങ്കിൽ വിധിയാണെന്ന് പറയുമോ താൻ? ഭാര്യയും മക്കളെയും ശത്രുക്കളാണെന്ന് പ്രഖ്യാപിച്ച് സാരംഗ് എന്റെ മുന്നിലെ നാടകം കളിക്കുകയാണ്. നിങ്ങൾ അവരെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതല്ലേ? ദിനകർ, പ്ലീസ്, നിങ്ങൾക്ക് അവരെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ തടസ്സം നിൽക്കില്ല, ചോദ്യം ചെയ്യില്ല. ഇതിൽ കൂടുതൽ എന്ത് ഗ്യാരണ്ടിയാണ് ഞാൻ പറയേണ്ടത്? ദിനകർ, രാഹുൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ്, നിങ്ങളുടെ മകനാണ്. അതുപോലെ തന്നെയാണ് എനിക്കും. എന്റെ കുടുംബത്തിൽ നിന്നും ഭാര്യയിൽ നിന്നും ഒറ്റപ്പെട്ടപ്പോ എന്നെ സ്നേഹിച്ച ഒരുത്തനേ ഉള്ളൂ, അത് രാഹുല. എനിക്കവൻ വളരെ വലിയൊരു നഷ്ടം തന്നെയാ. നിങ്ങൾക്കറിയാമോ, അവന്റെ അമ്മ ഹോസ്പിറ്റലൈസ്ഡാ. അല്പം ബുദ്ധിമുട്ടാ. ഇടയ്ക്ക് വല്ലാത്ത ശ്വാസം മുട്ടൽ അവൾക്ക് ഉണ്ടാവാറുണ്ട്. ശ്വാസം മുട്ടി പിടയുമ്പോൾ അവൾ ചോദിച്ചത് അവളുടെ മകനെ കുറിച്ചാ. തിരിച്ച് ഞാൻ അവിടെ ചെന്നാലും ചോദ്യം അത് തന്നെ ആവില്ലേ? ഐ എം സോറി. ദിനകർ, തിരിച്ചു വെക്കോളൂ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് തരാം, രാഹുലിനൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. രാഹുലിനെ ജീവനോടെ തന്റെ മുമ്പിൽ നിർത്താൻ പറ്റിയില്ലെങ്കിൽ സാരംഗ് പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. നിങ്ങളെ എനിക്ക് വേണ്ടി ജീവിതം ഹോമിക്കൊന്നും വേണ്ട. പക്ഷേ ഇപ്പോൾ എന്റെ അവസ്ഥ ശരിയല്ലാത്തത് കൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. നാളെ ഈവനിങ്ങിൽ ഞാൻ വരും. സാരംഗിനെ വിളിക്കും. എനിക്ക് അപ്പോഴൊരു ക്ലിയർ ആൻസർ വേണം. അതിനിടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാരംഗിനെ വിളിച്ചാൽ മതി, ഞാൻ വരാം. സംശയത്തിന്റെ നിഴലിൽ നിങ്ങൾ ഒരാളെ ചൂണ്ടിക്കാണിച്ചാൽ മതി, ഞാൻ അവനെ പോക്കിയിരിക്കും. അത് ആരായാലും എത്ര വമ്പനായാലും. ഞാൻ പറയുന്നതിന്റെ അർത്ഥം സാരംഗിന് മനസ്സിലാവുന്നുണ്ടല്ലോ? മോളെ, പിള്ളേർ ചെന്ന് വിളിക്കണ്ടേ? ഞാൻ പോവാമേ. കുറച്ചു നേരം അവരവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അവിടെ കമലയുടെയും കുട്ടിച്ചൻ്റെയും കൂടി ഇരിക്കുമ്പോ കുറച്ചു നേരത്തൊക്കെ ആണെങ്കിലും അവർക്കൊരു സ്വസ്ഥത കിട്ടിയാലോ. പാവങ്ങള് ഉരുകി മര്യാദയ്ക്കൊന്ന് ചിരിക്കാൻ പോലും അവര് മറന്നു. എന്ത് ചെയ്യാനാ അമ്മേ? അയലിനി എപ്പോഴാ വിളിക്ക ആ ശിവ? ഇതിന്റെ ഒന്നും മുഹൂർത്തം നമുക്കറിയില്ലല്ലോ, വരുന്നവരല്ലേ തീരുമാനിക്കുന്നത്. നിന്റെ തീരുമാനം എന്താ മോളെ? ഞാൻ ഈ കാര്യത്തിൽ സ്ട്രോങ് ആമേ. എലവേഷനിലൊന്നും നിന്നു കൊടുക്കാൻ വയ്യ. ഇതിന്റെ അവസാനം എങ്ങനെയാണെങ്കിൽ അതങ്ങനെ തന്നെ നടന്നോട്ടെ. രാഹുൽ മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇനിയിപ്പോൾ അഥവാ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ആത്മരക്ഷാർത്ഥം അവരത് ചെയ്തത്. അതിന് സംരക്ഷണം കിട്ടുന്ന നിയമമുണ്ട്. അതിനുള്ള ആൾക്കാരെ ഏർപ്പാടാക്കണമെന്നല്ലേ ഉള്ളൂ. നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എല്ലാവരും കൂടി ചുറ്റി വളഞ്ഞ് ദ്രോഹിക്കാൻ ശ്രമിക്കുന്നു എന്നല്ലേ ഉള്ളൂ. നടക്കില്ല അവരെ കൊണ്ട്. ആദ്യം ഒരുത്തൻ, അത് കഴിഞ്ഞ് അവൻ്റെ അച്ഛൻ, ഇപ്പൊ ഇത് എവിടുന്ന് തള്ളി കയറി വേറൊരുത്തൻ.
എല്ലാരും വന്നിങ്ങനെ വിലപേശാനും കേട്ടു നിൽക്കാൻ ഞാനും. ഭർത്താവിന് തോന്നിയൊരു ഈഗോ, അതിലൂടെ ഒരു കുടുംബ പ്രശ്നം. അതിന്റെ പേരിൽ നിരനിരയായിട്ട് വരുമല്ലേ ശത്രുക്കള്. എത്ര കാലമായിട്ട് ഞാൻ എൻ്റെ പ്രൊഫഷനിൽ ഉണ്ടായിരുന്നതാ. എത്രയോ പേരെ ചികിത്സിച്ചു. അവിടെ ഒന്നും ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ടില്ല. ഒരാൾക്കും എന്നോട് ശത്രുത തോന്നിയിട്ടില്ല. അഥവാ നിസ്സാരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് നല്ല രീതിയിൽ തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുമുണ്ട്. മോളെ, അമ്മ തമാശയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട് യാമിയുടെ കല്യാണത്തിന്റെ കാര്യം. ഒന്നും വേണ്ട, അവരൊക്കെ അവരുടെ ഇഷ്ടത്തിന് തന്നെ ജീവിച്ചോട്ടെ. വെറുതെ ഒരുത്തിന്റെ മുമ്പിൽ തലകുനിച്ചും അവന്റെ അഭിപ്രായങ്ങൾക്ക് തലകുലിക്കും ഒരു ജന്മം. ഇനിയുള്ള കുട്ടികൾക്കെങ്കിലും ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവട്ടെ അമ്മേ. ഫാദർ, ഫാദർ. ആ ഇരിക്കടി കാന്താരി. ഞങ്ങള് ഫാദറിനെ കൂട്ടാൻ വന്നതാ. അയ്യോ മോളെ, ഫാദർ ഒന്ന് ഓർഫനേജിലേക്ക് വരാൻ കുറച്ച് വൈകുമല്ലോ. അതെന്താ ഫാദർ? ഇടവകയിൽ ഒരിടത്തൊരു വഴിത്തർക്കമുണ്ട്. പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങിയ കേസാ. അതൊന്ന് തീർക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആളുകൾ ഇപ്പൊ വരും. അയ്യോ, ഞാൻ പക്ഷേ ഫാദറിനെ കൂടെ കൂട്ടാന്ന് വിചാരിച്ച എന്തിനാന്നറിയോ? അവിടുത്തെ കുട്ടികൾക്ക് കുറച്ച് ഡ്രസ്സ് എടുത്തു കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞപ്പോ മദർ സമ്മതിച്ചില്ല. ആ, മദർ എന്നെ വിളിച്ചിരുന്നു. സ്നേഹയുടെ സഹായം കുറച്ച് കൂടി പോകുന്നുണ്ടെന്നൊരു ആക്ഷേപമുണ്ട്. ഞാൻ എന്താ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളേ? അതല്ല മോളെ, കൂടെ കൂടെ നീ ഇങ്ങനെ ചെയ്യുമ്പോ കുട്ടികൾ നിന്നെ നിർബന്ധിക്കുന്നുണ്ടോ എന്ന് മദറിനൊരു സംശയം. എന്നോട് അവരങ്ങനെയൊന്നും പറയാറില്ല. എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ തന്നെ വേണ്ടാന്നേ പറയൂ. ഇതിപ്പോ ഈ ഡ്രസ്സ് കൊടുക്കല് ട്രീസമോളുടെ വകയാ. ആണോ ട്രീസമോളെ? ആ, കാദറിന്റെ ബർത്ത്ഡേ അല്ലേ? അപ്പൊ കാദറിന് ഡ്രസ് എടുക്കണ്ടേ? അപ്പൊ എല്ലാവർക്കും എടുത്തു. ആ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നല്ല കുട്ടികളുടെ ലക്ഷണമാ. ആ, എന്തായാലും ഈ തവണത്തേക്ക് ഞാൻ മദറിനെ വിളിച്ചൊന്ന് പറയാൻ സ്നേഹ. എന്നിട്ട് ഇനി എന്തെങ്കിലും ചെയ്യുന്നത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മതി. ആയിക്കോട്ടെ. പിന്നെ ഫാദർ, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി 1-2 ബ്ലാക്ക് ബോർഡുകൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. വിദ്യാഭ്യാസത്തിന് വേണ്ടി ആരെന്ത് ചെയ്താലും അതിന് ആർക്കും ഒരു എതിർപ്പും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് മോളങ്ങ് ചെയ്തോ. അപ്പൊ ട്രീസക്കുട്ടി, അമ്മയുമായിട്ട് ഓർഫനേജിൽ പോയിട്ട് തിരിച്ച് നേരെ ഇതുവഴി ഇങ്ങോട്ട് പോവാം. അപ്പോഴേക്കും ഫാദറും ഫ്രീ ആയിട്ടുണ്ടാവും. ശരി ഫാദർ. ഓഹോ, അരുണാണുള്ളത്. ഇവൻ ഹോസ്പിറ്റലിലേക്കാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയതാണല്ലോ. എന്നിട്ട് ഇപ്പൊ എന്തു പറ്റി? ആ, ട്രീസക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു? അച്ഛനിന്ന് ജോലിയില്ലേ? ഇല്ല മോളെ, അച്ഛൻ ഇന്ന് ലീവ് എടുത്തു. എന്നാ വാ, നമുക്ക് ഓർഫനേജിലേക്ക് പോവാം. അതിനെന്താ, പോവാലോ. ട്രീസമോളെ, അച്ഛന് വേറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഒരുമിച്ച് പോയാ നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാനൊന്നും പറ്റില്ല. ഇല്ല, അച്ഛനും വരും. പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ഫാദർ, ഞങ്ങൾ ഇറങ്ങാ. അല്ല മോളെ, സമയമായി ഫാദർ. അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ കുട്ടികൾ വിഷമിക്കും. ട്രീസമോളെ, നമുക്ക് പോവാം. മോൾ അമ്മയുടെ കൂടെ പോയിട്ടോ, അച്ഛൻ ഇവിടെ ഉണ്ടാവും. എന്നാ ഞങ്ങൾ പോയിട്ട് വേഗം വരാം. ശരി. അമ്മേ, ഇതുവഴി തന്നെ വരണം കേട്ടോ. നോക്കാം, വാ. ഇറങ്ങട്ടെ ഫാദർ. ഓ, വണ്ടി ഓടിച്ച് ഞാൻ അവിടെ എത്തിയപ്പോഴേ ഒരു മൂടുമില്ല. പിന്നെ ഞാൻ ലീവാക്കി കളയാന്ന് വിചാരിച്ചു. പിന്നെ വണ്ടി എടുത്ത് നേരെ ഇങ്ങോട്ട് പോന്നു. സ്നേഹ സംസാരിക്കാൻ പോലും നിൽക്കാതെ നിന്നെ ഒഴിവാക്കുവാണല്ലോടാ. അതൊക്കെ അങ്ങനെ നടക്കും. ഫാദർ അതൊന്നും നോക്കണ്ട. എടാ, കാര്യം ഇത്രയും ഗൗരവമാണെങ്കിൽ എങ്ങനെയാടാ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇതാരീ ചോദിക്കുന്നത്? സ്നേഹ ഇതിലും വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്നോട് പറഞ്ഞതൊക്കെ മറന്നുപോയോ? പ്രളയം വന്നാലും താങ്ങണമെന്നൊക്കെയല്ലേ. ഓ, ഇതിപ്പോ പ്രളയമൊന്നും ആയിട്ടില്ല, ആകെ ഒരു മൂടിക്കെട്ടല്. അതൊക്കെ കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ.
ഞാനിപ്പോ എന്താ നിന്നോട് പറയാ? നീ തന്നെ വിഷമിക്കുന്നു, നീ തന്നെ സ്വയം ആശ്വാസം കണ്ടെത്തുന്നു. അത് നല്ലതല്ലേ ഫാദർ? പരമാവധി മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്കൊരാശ്രയം കിട്ടുമെങ്കിൽ അതൊരു സുഖമല്ലേ? ഏതായാലും അവർ വരട്ടെ, ഞാനിവിടെ തന്നെ ഇരുന്നോളാം. ഒരു മിനിറ്റ്, ഞാൻ സാരംഗിനെ കാത്തിരുന്നതാ. എന്തിന്? പണം എത്ര വേണ്ടേ? തുക എത്ര വേണ്ടെന്ന് തീരുമാനിച്ചോ? ഏത് പണത്തിന്റെ കാര്യം നീ പറയുന്നത്? പണം വാങ്ങാൻ വേണ്ടി ഇന്നൊരാളെ എന്റെ മുന്നിലേക്ക് അയച്ചിരുന്നില്ലേ? ഞാനോ? ഭ്രാന്തുണ്ടോ നിനക്ക്? നിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങേണ്ട ആവശ്യം എനിക്കെന്താ? നോണ പറയാൻ നിൽക്കണ്ട. വെറുതെ ശിവാന്ന് ഒരുത്തൻ എന്റെ അടുത്തേക്ക് പണത്തിന് വരുമോ? സ്വയം കെട്ടിച്ചമച്ച് കഥ ഉണ്ടാക്കിയതാണോ, അതോ ഏതെങ്കിലും ബുദ്ധിരാക്ഷസന്മാർ പറഞ്ഞു തന്നാണോ? നിങ്ങളുടെ ഉദ്ദേശം കണ്ടുപിടിക്കാൻ എന്റെ ബുദ്ധി തന്നെ ധാരാളമാണ്. രാഹുൽ അനക്കില്ലാതെ കിടക്കുന്ന കണ്ടു, തൊട്ടടുത്ത് നിന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ചു, ആ മൊബൈൽ ഫോൺ തിരിച്ചു തരണമെങ്കിൽ പറയുന്ന എമൗണ്ട് കൊടുക്കണം, ഇതൊക്കെ പറഞ്ഞു ഈ ശിവ. അപ്പൊ എനിക്ക് മനസ്സിലായി അയാൾ സംസാരിക്കുന്നത് സാരംഗിന് വേണ്ടി തന്നെയാന്ന്. ഭ്രാന്തുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. നിങ്ങൾക്കിത് ലാഭം ഉണ്ടാക്കാനുള്ള ബിസിനസ് ആവും. പക്ഷെ എനിക്ക് എന്റെ മക്കളുടെ കാര്യമാണ് പ്രധാനം. പറയ്, എത്രയാ പ്രതീക്ഷിക്കുന്നത്? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ ഡോക്ടർ മൈഥിലിയുടെ തലയ്ക്ക് സ്ഥിരത നഷ്ടപ്പെടും. ഞാൻ ഒരുത്തനെയും ഇങ്ങോട്ട് അയച്ചിട്ടില്ല. അങ്ങനെ ഒരുത്തൻ വന്നിട്ടുണ്ടെങ്കിൽ അവന് വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണാം. പിന്നെ ഒരു കാര്യം പറയാം, രാഹുൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആര് വന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കരുത്. രാഹുൽ മരിച്ചു, നിന്റെ മകള് കൊന്നു, അത് സത്യ. രാഹുൽ മരിച്ചു എന്ന് ഇത്ര ഉറപ്പുണ്ടെങ്കിൽ അയാളുടെ ബോഡി എവിടെ? ഇപ്പൊ തന്നെ ഞാൻ ദിനകരനെ വിളിച്ച് പറയാം. അയാളുടെ മകൻ മരിച്ചു എന്നുള്ളത് 100% നിങ്ങൾക്ക് ഉറപ്പാണെന്ന് പറയട്ടെ സാരംഗ്? നിങ്ങൾക്ക് ഉത്തരവില്ല അല്ലേ? അതിന്റെ അർത്ഥം നിങ്ങളുടെ പറച്ചിലിൽ മാത്രമാണ് രാഹുലിന്റെ മരണം. അതിന്റെ അപ്പുറത്തേക്കുള്ളതെല്ലാം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതാ, എന്നെ കാണാൻ വന്ന ശിവയടക്കം. അതെ, എല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്തതാ. എനിക്ക് ജയിക്കാൻ വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്തതാ. ആ ചിന്തയുടെ മുന്നിൽ നീയോ നിന്റെ മക്കളോ എന്റെ അച്ഛനമ്മമാരോ ആരും എനിക്കൊരു പ്രശ്നമല്ല. നിന്നെ തേടി വന്നവരാരായാലും ഇനിയും വരും. അവരുടെ ചോദ്യങ്ങൾ ഇനിയും കൂടും. അതെല്ലാം ഡോക്ടർ മൈഥിലി ഒതുക്കി തീർക്കുന്നത് എനിക്കൊന്ന് കാണണം. സാരംഗിനെ നേരിടുന്നത് ഈസിയാണെന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചു, അല്ലെങ്കിൽ ചിലർ പറഞ്ഞു തന്നു. പക്ഷേ നിന്റെ കഷ്ടകാല നേരത്താ നിനക്കങ്ങനെ തോന്നിയത്. ഡോക്ടർ മൈഥിലി ഒന്നും വിയർക്കും, വല്ലാതങ്ങ് വിയർക്കും. ഈ ക്രിമിനൽസിനൊരു കാര്യമുണ്ട്, അവർ ഈ പദവികളൊന്നും നോക്കില്ല, അതിന്റെ പേരിൽ ബഹുമാനവും തരില്ല. അവർക്ക് മൈഥിലി ഒരു ടാർഗറ്റ് മാത്രമാണ്, അവർക്ക് സ്കെച്ച് ചെയ്യാനുള്ള ടാർഗറ്റ്. പണം ഒരുക്കി വെച്ചോ, ചോദിച്ചവർക്ക് കൊടുക്കാൻ. ഗുഡ് നൈറ്റ്. എന്താ അങ്കിൾ? അങ്കിൾ എവിടേക്കാ രാഹുലിന്റെ ബാഗുമായിട്ട്? ആവശ്യമുണ്ട്. ക്രിസ്റ്റി ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ പോകോ. ഗസ്റ്റ് ഹൗസ് ഞാൻ ലോക്ക് ചെയ്യാം. എന്താ കാര്യം? കുറച്ചു മുമ്പേ ഞാൻ വീട്ടിൽ പോട്ടെന്ന് ചോദിച്ചപ്പോ പോണ്ടെന്ന് പറഞ്ഞല്ലേ? പിന്നെ എനിക്ക് തോന്നി ക്രിസ്റ്റി വിഷമിപ്പിക്കണ്ടെന്ന്, അതുകൊണ്ടാ. രാഹുലിന്റെ അച്ഛൻ എന്നെ വിളിക്കുമ്പോ ഞാൻ എന്താ പറയേണ്ടത്? ക്രിസ്റ്റിക്ക് വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നു പറയണം. രാഹുലിന്റെ കാര്യത്തിൽ നുണ പറയരുതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ക്രിസ്റ്റി നുണ പറയാറില്ലേ? ഇപ്പൊ അത് പറയേണ്ട കാര്യം എന്താ? അങ്കിളെ, രാഹുലിന്റെ അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. രാഹുലിന്റെ കാര്യത്തിൽ എനിക്ക് അങ്കിളിനെ സംശയമുണ്ട്. രാഹുലിനെ കാണാതായ നിമിഷം മുതൽ നിങ്ങൾ പെരുമാറുന്നത് മോശമായ രീതിയിലാണ്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? രാഹുലിന് ശരിക്കും എന്താ പറ്റിയത്? രാഹുൽ ഇപ്പൊ എവിടെയുണ്ട്? എനിക്കറിയില്ല.
പിന്നെ അവന്റെ സാധനങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? അത് അങ്കിൾ പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ അവന്റെ അച്ഛനെ വിളിച്ച് പറയും. എന്താന്ന്? അവൻ എന്റെ ഫ്രണ്ടാ. എന്റെ ആവശ്യങ്ങൾക്ക് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിന് നന്ദിയെങ്കിലും എനിക്ക് കാണിക്കണം. അങ്കിളിന് കൃത്യമായിട്ട് അറിയാം. ഞാൻ ഇപ്പൊ തന്നെ രാഹുലിന്റെ അച്ഛനെ വിളിക്കാം. ക്രിസ്റ്റി, എനിക്കറിയാം രാഹുലിന് ആപത്തൊന്നുമില്ല. പിന്നെ അവൻ എന്താ കാണാത്തത്? രാഹുൽ മറ്റൊരു സ്ഥലത്തുണ്ട്. അന്ന് അവിടെ ബോധം കെട്ട് കിടന്നതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് എഴുന്നേറ്റു രാഹുൽ. എന്നിട്ട് അവൻ ആദ്യം വിളിച്ചത് എന്നെ. എന്നിട്ട് കാര്യങ്ങളെല്ലാം എന്നോട് അവൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് അവനോട് എന്തെങ്കിലും പ്രതികാരം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് ചെയ്യാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. അന്ന് ഞാനും അവനും കൂടെ തീരുമാനിച്ചു എന്റെ ശത്രുക്കളെ വേട്ടയാടണമെന്ന്, രാഹുലിനെ മാറ്റി നിർത്തി അവരെ പേടിപ്പിക്കണമെന്ന്. സത്യമല്ലേ നിങ്ങൾ ഈ പറയുന്നത്? കുറച്ചു കഴിഞ്ഞ് ക്രിസ്റ്റി രാഹുൽ വിളിക്കും. ക്രിസ്റ്റിനെ സംശയിച്ചുകൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വന്നത്. ബട്ട് ക്രിസ്റ്റി, രാഹുലിന് ഒരു കുഴപ്പമില്ലെന്നുള്ള കാര്യം ക്രിസ്റ്റിയുടെ നാവിൽ നിന്നും വെളിയിൽ പോകരുത്. ഈവൻ രാഹുലിന്റെ അച്ഛനോട് പോലും. അല്ല, അവന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തല്ലേ? അവനോടും അവന്റെ അമ്മയൊന്ന് വിളിക്കാൻ പറയേ. രാവിലെ 11 മണിക്കുള്ള ഫ്ലൈറ്റിന് ഞാനും രാഹുലും ഈ നാട്ടിൽ നിന്ന് പോവും, വിദേശത്തേക്ക്. അവിടെ ചെന്നതിന് ശേഷം രാഹുൽ അച്ഛനമ്മമാരെ വിളിച്ചോളൂ. മൈഥിലിയും മക്കളും ഇനി ഒരുപാട് അനുഭവിക്കാനുണ്ട്. രാഹുൽ ഈ നാട് കടന്നിട്ട് വേണം എനിക്കതൊന്നുകൂടി പിടിമുറുക്കാൻ. മനസ്സിലായോ? വൈരാഗ്യവും അതിലൂടെ ഉണ്ടാകുന്ന പകയും എന്താണെന്ന് ക്രിസ്റ്റിക്കറിയില്ല. പക്ഷെ രാഹുലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ചെയ്തത്. എൻ്റെ മകളെ അവൻ ദ്രോഹിച്ചിട്ടും ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും തുടരുന്നത് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ്റെ പേര് ബിസിനസ് എന്നായതുകൊണ്ടാണ്. കച്ചവടത്തിൽ ബന്ധങ്ങളില്ല, ലാഭവും നഷ്ടവും മാത്രമേ ഉള്ളൂ. സോ ക്രിസ്റ്റി കൂളായിരിക്കണം തൻ്റെ ഫ്രണ്ടിനു വേണ്ടി. ശരി അങ്കിളെ, അവനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അറിഞ്ഞപ്പോ ആശ്വാസമായി. ഇനി എത്ര ദിവസം വേണമെങ്കിലും ഞാൻ ഈ രഹസ്യം സൂക്ഷിച്ചോളാം. ഗുഡ്. രാഹുൽ, രാഹുൽ, എന്താ മിസ്റ്റർ സാരംഗ്, ഇത് സ്വർഗോ നരകോ മറ്റൊന്നിലാണോ? അല്ല, ഈ മരിച്ചുപോയവന്റെ പേര് സാരംഗ് വിളിക്കുന്നത് കേട്ടു. അല്ല, ഈ രാഹുൽ മരിച്ചു പോയതല്ലേ? തനിക്കെന്താ ഇവിടെ കാര്യം? അത് ഞാൻ തിരിച്ചു ചോദിച്ചാലോ? താൻ ആരാടോ? എന്നെ ഫോളോ ചെയ്യാനും ഈ വീടിനകത്ത് വന്ന് കയറാനും തനിക്ക് എന്താ അധികാരം? ഇറങ്ങണോ പുറത്ത്? വന്നു പോയില്ലേ, അപ്പൊ പിന്നെ കാര്യങ്ങൾക്കൊരു ഉത്തരവുണ്ടാകാതെ തിരിച്ചു പോകുന്ന എങ്ങനെയാ? അല്ല, സത്യത്തിൽ രാഹുൽ ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിലേ എനിക്ക് അയാളെ ഒന്ന് കാണുമായിരുന്നു. ഇവിടെ ആരുമില്ല. കള്ളം. ഇവിടെ ആരുമില്ലെന്ന് പറഞ്ഞില്ലേ? ഇവനെ ഞാൻ കുഴിമാടത്തിൽ നിന്ന് ജീവൻ വെപ്പിച്ചെടുപ്പിച്ചതാ സാരംഗേ. ചെറുക്കൻ ചില അഭ്യാസങ്ങളൊക്കെ കാണിച്ചു, പക്ഷെ അത് നടക്കണ്ടേ? ഞാനൊരു പോലീസ് ഓഫീസർ ആയിരുന്നുവെന്ന് എന്തായാലും താൻ കണ്ടുപിടിച്ചില്ലേ? അപ്പൊ പിന്നെ എനിക്കതിന്റെ ഗുണം കാണിക്കാതിരിക്കാൻ പറ്റുമോ? സാരംഗേ, നമ്മൾ തമ്മിലൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാൻ താൻ പറഞ്ഞു. അന്നേ ഞാൻ തീരുമാനിച്ചങ്ങ് ഇറങ്ങി. സേവ്യറിനെ മനസ്സിലാക്കി ഇറങ്ങിക്കഴിഞ്ഞപ്പോ താൻ കാണിച്ചൊരു ഷോ ഉണ്ടല്ലോ. ആനന്ദിനേക്കാളും സേവ്യറിനേക്കാളും ഒക്കെ മുകളിൽ ബുദ്ധിമാനാണെന്നുള്ളൊരു ഷോ. ഇപ്പൊ എന്തു പറയുന്നു? അതെ, രാഹുലിനെ ഞാൻ ഒളിപ്പിച്ചതാ. നിങ്ങൾ ആരും അവനെ കാണരുതെന്ന് തീരുമാനിച്ചതാ.
അതിലിടപെടാൻ നിങ്ങൾക്ക് അവകാശമില്ല. എനിക്ക് പക തീർക്കാനുള്ളത് അവളോടാ, ഡോക്ടർ മൈഥിലിയോട്. എന്റെ മോളൊരു ചെറിയ പെണ്ണ. കൗതുകങ്ങളൊക്കെ കണ്ട് അവളെ വിശ്വസിച്ചു പോവും. കുറച്ചൊക്കെ അവളെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. പക്ഷെ ഒരു അമ്മയുടെ പ്രാർത്ഥന അവളുടെ കൂടെയുണ്ട്. അതുകൊണ്ടാ അവളിവനെ തിരിച്ചറിഞ്ഞത്. 2 മക്കളുടെ അച്ഛൻ. നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ട് പോലും ആ വാക്കിന് ഞാനൊരു കുറവ് കാണിച്ചിട്ടില്ല. പക്ഷെ ഇവനെ പോലെ ഒരുത്തൻ സ്വന്തം മകളെ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇത്രയും വൃത്തികെട്ടൊരു തന്ത ഈ ലോകത്തുണ്ടാവില്ല. ഇനിയോട്ട് ഉണ്ടാവാനും പോകുന്നില്ല. പോയി ചത്തൂടെ തനിക്ക്.